ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെയും ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഡെഫിനിഷൻ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ദ മിക്സ് ഓഫ് എ കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ലോങ് ടേം ഡെപ്റ്റും ഇക്വിറ്റിയുടെ മിക്സാണ്. എത്രത്തോളം ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട്, എത്രത്തോളം ഇക്വിറ്റി ഉണ്ടെന്നുള്ള മിക്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചറോ? ദ മിക്സ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ്ഡ് ബൈ കമ്പനി ലോങ് ടേമോ ഷോർട്ട് ടേമോ എത്ര ടൈം പീരീഡിലോട്ടായിക്കോട്ടെ കമ്പനി യൂസ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെയും മിക്സാണ്. അതിൻ്റെ അകത്തും ഇക്വിറ്റിയും വരും, ലോങ് ടേം ഡെപ്റ്റും വരും. അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് ടേം ഡെപ്റ്റും മറ്റ് ലൈബിലിറ്റീസ് ഉണ്ടല്ലോ. ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അങ്ങനെയുള്ള ലൈബിലിറ്റീസ് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം കൂടെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇനി കമ്പോണൻസ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കമ്പോണൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ലോങ് ടേം ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഇക്വിറ്റിയിൽ തന്നെ പ്രിഫേർഡ് ഷെയർസും കോമൺ ഇക്വിറ്റി ഷെയർസും പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സും വരും. ഇനി ഫിനാൻഷ്യൽ സ്ട്രക്ചറിലോ ലോങ് ടേം ഡെപ്റ്റ്, ഷോർട്ട് ടേം ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിൾ പോലുള്ള മറ്റ് ലൈബിലിറ്റീസും. ഇനി ഫോക്കസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫോക്കസ് ലോങ് ടേം ഫിനാൻസിങ് ആണ്. ലോങ് ടേം സോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ലോങ് ടേമിലോട്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ റേസ് ചെയ്യണം. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചറോ? നമുക്ക് എന്തൊക്കെ ചിലവുണ്ടോ അതിനെല്ലാമുള്ള ഫിനാൻസ് എവിടെ നിന്ന് കണ്ടെത്തണം. എൻകംപാസസ് ഓൾ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂവും തമ്മിൽ ഒരു ഒപ്റ്റിമൈസ് ആവുന്ന, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് ഫേമിൻ്റെ വാല്യൂ കൂട്ടി ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിയുടെ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റീവോ? ലിക്വിഡിറ്റിയും സോൾവൻസിയും എൻഷുർ ചെയ്യുക. ലിക്വിഡിറ്റിയും വേണം, എന്നാൽ ലിക്വിഡിറ്റി അധികമായ പ്രശ്നമാണല്ലോ. എപ്പോഴും ലിക്വിഡ് ക്യാഷ് ഒരുപാട് കയ്യിലിരുന്ന പ്രശ്നമാണ്. പക്ഷേ എന്നും പറഞ്ഞാൽ അധികം ഇല്ലെങ്കിലോ സോൾവൻ്റ് ആവും. അപ്പോൾ ലിക്വിഡിറ്റിയും സോൾവൻസിയുടെ നടുക്ക് നിന്നുകൊണ്ട് ഒരു ഒപ്റ്റിമം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ലക്ഷ്യം. ക്യാപിറ്റൽ സ്ട്രക്ചറോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് വാല്യൂ ഓഫ് ദ ഫേം കൂട്ടി ഒരു ഒപ്റ്റിമം പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് 60% ഇക്വിറ്റി ഷെയർസും 40% ലോങ് ടേം ഡെപ്റ്റും. ഫിനാൻഷ്യൽ സ്ട്രക്ചറിലോ 50% ഇക്വിറ്റി ഷെയർസ്, 30% ലോങ് ടേം ഡെപ്റ്റ്, 10% ഷോർട്ട് ടേം ഡെപ്റ്റ് ആൻഡ് 10% അതർ ലയബിലിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.